നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സിദ്ധു മഹേട്ടന്റെ രക്തത്തിൽ പിറന്ന മോനാണെന്ന് കരുതിയ അമ്മ അവനെ അതിരില്ലാതെ സ്നേഹിക്കുന്ന. അവന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയും നിഷ്കർഷയൊക്കെ പാലിക്കുന്ന. പക്ഷെ സിദ്ധു സിദ്ധു ഹരിയേട്ടാ, എന്താ മേ എന്തോ സംഗതി സക്സസ്. എന്ത് സക്സസ്? ഞാനിപ്പൊ എന്ത് ചെയ്തിട്ടാ വന്നതെന്ന് ഹരിയേട്ടന് അറിയോ? നീ പറയേ, അല്ല ഞാനങ്ങനെ അറിയുന്നേ. കലർത്തി ഹരിയേട്ടൻ തന്ന വിഷം സിദ്ധുവിന്റെ മരുന്നിൽ ഞാൻ കലക്കി. സത്യമാണോ? സത്യമാണോ നീ പറയുന്നേ? സത്യ ഹരിയേട്ടാ, വിജയകരമായ ആ വിഷം ഞാൻ ആ സിദ്ധുവിന്റെ മരുന്നിൽ കലർത്തി. പറ 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 കേക്കട്ടെ. നീ നീ എങ്ങനെയാ അത് സാധിച്ചെടുത്തേ? അത് ഹരിയേട്ടാ, അങ്ങനെയാ ഞാനത് സാധിച്ചത്. നീ ആളും പിടിക്കാണല്ലോ. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം. ബുദ്ധിരാക്ഷസന്റെ ഒപ്പമല്ലേ താമസം. അപ്പൊ ആ ബുദ്ധിയിൽ നിന്നും കൂടെ കഴിയുന്നവർക്കും കുറച്ച് പകരില്ലേ? നീ ശരിക്കും എന്റെ നല്ല ഭാര്യ തന്നെയാണ് മായേ. ഇനി ദേവിക എപ്പോ സിദ്ധുവിനാ മരുന്ന് കൊടുക്കും. സിദ്ധു അപ്പം മരിക്കും. അത്രയും മാത്രം അറിഞ്ഞാ മതി. കോഫി. അമ്മ ഇപ്പോ ആകെ ദേഷ്യപ്പെട്ടിരിക്കായിരിക്കും. അമ്മയുടെ ദേഷ്യമല്ലേ, അത് കുറച്ച് സമയം കാണും. അത് കഴിയുമ്പോൾ അത് താനേ മാറിക്കോളും. താനിരിക്കെ. സിദ്ധുവിനോടുള്ള അമിത സ്നേഹം കൊണ്ടാ അമ്മ അങ്ങനെയൊക്കെ സംസാരിച്ചേ. അമ്മയ്ക്ക് സിദ്ധുവിനോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ അമ്മ അവനെ സ്നേഹിക്കുന്നുണ്ടാവും. ആ സ്നേഹം കൊണ്ട് ഇങ്ങനെ അന്ധത ബാധിക്കാൻ പാടുണ്ടോ? ദേവികയെ അമ്മ കുറ്റപ്പെടുത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ദേവിക്ക് പകരം പഴയ കെയർടേക്കറെ തന്നെ വെച്ചാൽ അതെത്രമാത്രം ശരിയാവും? ലോകത്താര് സിദ്ധുവിനെ പരിചരിക്കാൻ വന്നാലും അവരൊന്നും ദേവികയ്ക്ക് പകരമാവില്ല. പകരമാവൊന്നും ജാനകിക്ക് തോന്നുന്നുണ്ടോ? ഏയ്, ദേവികയ്ക്ക് പകരം വെക്കാൻ ആരാ ഉള്ളത്? സിദ്ധുവിനെ പരിചരിക്കുന്നതിൽ ഇപ്പോ ഞാൻ പോലും ദേവികയ്ക്കൊപ്പം എത്തുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞാൽ എന്താ തെറ്റ്? സിദ്ധുവിനെ പരിചരിക്കുന്ന ചുമതലയിൽ നിന്നും ദേവികയെ മാറ്റാൻ പറ്റില്ല. അമ്മയ്ക്ക് ഇനി എന്തൊക്കെ വിഷമം തോന്നിയാലും എന്റെ തീരുമാനം അത് തന്നെയാ. താനെന്താ ആലോചിച്ചു കൂട്ടുന്നേ? ഏയ്, ഒന്നുമില്ല മഹേട്ടാ. വെറുതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കണ്ട, എന്തോ ഉണ്ട്. എന്താന്ന് പറ. അത് മഹേട്ടാ, അമ്മയ്ക്ക് സിദ്ധുവിനോടുള്ള അമിത സ്നേഹം കാണുമ്പോ എനിക്ക് പേടി തോന്നുക. പേടിയോ? എന്തിനാ പേടിക്കുന്നത്? സിദ്ധു മഹേട്ടന്റെ രക്തത്തിൽ പിറന്ന മോനാണെന്ന് കരുതിയ അമ്മ അവനെ അതിരില്ലാതെ സ്നേഹിക്കുന്ന. അവന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയും നിഷ്കർഷയൊക്കെ പാലിക്കുന്ന. പക്ഷെ സിദ്ധു 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 മഹേട്ടന്റെ മോനല്ലെന്ന് അമ്മ അറിഞ്ഞ. സിദ്ധു എന്റെ മോനല്ലെന്ന് ആരാ പറഞ്ഞത്? അവൻ എന്റെ മോൻ തന്നെയാ. മഹേട്ടൻ അവനെ സ്വന്തം മോനായിട്ട് തന്നെ അംഗീകരിച്ചേക്കുന്നെ. പക്ഷേ സത്യം. എന്ത് സത്യം? അതാരറിയാൻ പോകുന്നു? എങ്ങനെയെങ്കിലും അമ്മ അറിഞ്ഞ
അമ്മ പിന്നെ എങ്ങനെയാവും സിദ്ധുവിനെ കാണുക? സിദ്ധു മറ്റൊരാളിൽ എനിക്ക് പിറന്ന മകനാണെന്ന് അമ്മ മനസ്സിലാക്കിയ ഇപ്പൊ അമ്മയ്ക്ക് സിദ്ധുവിനോടുള്ള സ്നേഹം അതന്നും ഉണ്ടാവോ? എനിക്ക് ഭയമുണ്ട് മഹേട്ട. സിദ്ധുവിന്റെ ജനനത്തെക്കുറിച്ച് അമ്മ അറിഞ്ഞ അമ്മയ്ക്ക് അവനോടുള്ള സ്നേഹം കുറയുമെന്ന് എനിക്ക് നല്ല ഭയമുണ്ട്. അമ്മ അവനെ വെറുക്കോ? ഇപ്പൊ അവനെ സ്നേഹിക്കുന്നതിന്റെ 10 മടങ്ങായി അമ്മ അവനെ അവഗണിച്ചാലോ? അങ്ങനെ സംഭവിച്ച ഞാൻ തകർന്നു പോകും മഹേട്ട. ജാനകി, ജാനകി വെറുതെ കാട് കയറി ഓരോന്നും ചിന്തിക്കല്ലേ. താനെ ആലോചിച്ചു കൂട്ടുന്ന പോലൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി അഥവാ താൻ സങ്കല്പിച്ചതുപോലെ തന്നെ സംഭവിച്ചാലും പേടിക്കണ്ട. എന്റെ അമ്മയെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ അമ്മ അത്ര ഇടുങ്ങിയ ചിന്താധികാരിയോ മനസ്സാക്ഷിയില്ലാത്തയാളോ അല്ല. ജാനകി കടന്നുപോയ സാഹചര്യങ്ങളൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവും. അമ്മ ജാനകിയെയും സിദ്ധുവിനെയും ഒരിക്കലും അവഗണിക്കില്ല. അമ്മയ്ക്ക് സിദ്ധുവിനോടുള്ള സ്നേഹത്തിൽ ഒരു തരിമ്പ് പോലും കുറവുണ്ടാവുകയുമില്ല. മഹേട്ട, ഞാനുണ്ടല്ലോ തന്റെ കൂടെ. മഹേട്ടനുള്ളതുകൊണ്ടാ ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നതും. സിദ്ധു അനാഥനല്ലാതെ അച്ഛന്റെ എല്ലാ സ്നേഹവും അനുഭവിച്ച് വളർന്ന് ഇതുവരെ എത്തിയതും. ജാനകി, നമ്മൾ ജീവിതത്തിന്റെ ഇത്ര ദൂരവും ഒരു കുഴപ്പമില്ലാതെ യാത്ര ചെയ്ത് ഇവിടെ വരെ എത്തിയില്ലേ? അതുപോലെ തന്നെ ഒരു പ്രശ്നമില്ലാതെ ഇനിയുള്ള ദൂരവും നമ്മൾ ഒരുമിച്ച് തള്ളി നീക്കും. താൻ സമാധാനമായിട്ടിരിക്കണം. മഹേട്ട, കുട്ടാ, നമുക്ക് മരുന്ന് കഴിച്ചാലോ? എനിക്കിപ്പോ മരുന്നൊന്നും വേണ്ട മാലാകെ. അതെന്താ മരുന്ന് വേണ്ടാത്ത? എന്നെക്കാൾ അസുഖം ഇപ്പൊ മാലാകയ്ക്കാ. അതുകൊണ്ട് മാലാക എന്റെ മരുന്ന് കഴിച്ചാ മതി. എനിക്കതിനൊരു കുഴപ്പമില്ലല്ലോ. ഉണ്ട്. ആര് പറഞ്ഞു? മാലാകയ്ക്ക് അസുഖമൊക്കെ ഉണ്ട്. മാലാക മരുന്ന് എന്തായാലും കഴിക്കണം. എവിടെ തന്നെ? അയ്യോ, ഇത് കുട്ടന്റെ മരുന്നാ. എനിക്ക് മരുന്നിന്റെ ആവശ്യമില്ല. ഇല്ല, അത് പറ്റില്ല. മാലാക എന്തായാലും മരുന്ന് കഴിക്കണം. മാലാകയ്ക്ക് ഞാൻ മരുന്ന്. വാശി പിടിക്കല്ലേ. മാലാക എന്റെ മരുന്ന് കഴിച്ചാ മതി. എന്താ കുട്ട ഇത്? മരുന്ന് കുടിക്കാനുള്ളതാ. എന്താ ഇത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.